ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് AI കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നതും കമ്പനീസിലല്ലാതെ യൂസ് ചെയ്ത് വരുന്നതും ആയിട്ടുള്ള സാധനങ്ങളാണ് AI ടൂൾസ്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനിൽ ഈ AI ടൂൾസ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടൂൾസ് ആണെന്നാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് AI റൈറ്റിംഗ് ആൻഡ് കോപ്പി റൈറ്റ് ടൂൾസ് ആണ്. അതിൽ മെയിനായിട്ട് ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ChatGPT. അതൊരു ഓൾറൗണ്ട് കണ്ടന്റ് ക്രിയേഷൻ ടൂളാണ്. അത് മൾട്ടിപ്പിൾ ടാസ്ക് അതിന് ചെയ്യാൻ പറ്റും. പിന്നെ അതിനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ലാംഗ്വേജ് മോഡൽ ഉണ്ട്, കോൺവെർസേഷണൽ ഇന്റർഫേസ് ഉണ്ട്, കോഡ് ജനറേഷൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സാധനമാണ്. പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഫ്രീ ടയർ അവൈലബിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ChatGPT വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ജാസ്പർ AI ആണ്. ജാസ്പർ AI എന്ന് പറയുന്ന ഒരു എന്റർപ്രൈസ് ലെവൽ കണ്ടന്റ് ക്രിയേഷൻ ടൂളാണ്. അതിൻ്റെ അകത്ത് ഒരു ബ്രാൻഡിന്റെ മോഡൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇതിനെ വെച്ചിട്ടുള്ള കണ്ടന്റ് ആണ് അത് ക്രിയേറ്റ് ചെയ്ത് തരിക. അതിൻ്റെ അകത്ത് തന്നെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, ടീം കൊളാബറേഷൻ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ടുള്ളതല്ല, ഒരു പെയ്ഡ് ടൂളാണ് ജാസ്പർ AI എന്ന് പറയുന്നത്. പിന്നെ കോപ്പി AI എന്ന് പറയുന്നതാണ്. ഇത് കോപ്പി റൈറ്റിങ്ങിനും മാർക്കറ്റിംഗ് കണ്ടന്റിനും വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കണ്ടന്റ് ടൈപ്സ് ഉണ്ട്, വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡിന്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇതിനും ഫ്രീ ടൈമിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലോഡ് AI ആണ്. ക്ലോഡ് AI എന്ന് പറയുന്നത് കസ്റ്റമർ റൈറ്റിംഗ് സ്റ്റൈൽസും അതേപോലെ ടോൺ മാച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു AI ആണ്. അതായത് കസ്റ്റമർ റൈറ്റിംഗ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ഫോർമലായിട്ട് വേണോ, നോർമലായിട്ട് വേണോ, അതേപോലെ ഒരു എക്സ്പ്ലനേറ്ററി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള കസ്റ്റം റൈറ്റിംഗ് സ്റ്റൈൽസ് ക്ലോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും ഫ്രീ ടയർ അവൈലബിൾ ആണ്, അതേപോലെ പെയ്ഡ് പ്ലാൻസും അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഗ്രാമർലി ആണ്. ഗ്രാമർലി എന്ന് പറയുന്നത് കണ്ടന്റ് എഡിറ്റിങ്ങിനും പ്രൂഫ് റീഡിങ്ങിനും ഒക്കെ വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രാമർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോൺ അഡ്ജസ്റ്റ്മെന്റ്, പ്ലേജറിസം ആണോ അല്ലേ എന്നില്ല ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും ഫ്രീ ഓഫ് ടയർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്രസന്റേഷന് വേണ്ടിയിട്ടും കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും. പിന്നെ ഇത് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ്. അതായത് നമുക്കിപ്പോൾ PPT പോലുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. അതിൽ ഒന്നാണ് സ്ലൈഡ് ഗോ AI പ്രസന്റേഷൻ മേക്കർ എന്ന് പറയുന്നത്. അതായത് ക്വിക്കായിട്ട് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് തന്നെ ആ കണ്ടന്റിനെ പറ്റി റിസർച്ച് ചെയ്ത് കണ്ടന്റ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അതേമാതിരി ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന് PPT ആയിട്ട് മാറ്റാൻ പറ്റും. ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് അതിനകത്ത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. പിന്നെ പ്രസന്റേഷൻ AI എന്നാണ്. ഇതായത് പ്രൊഫഷണൽ ടൈപ്പ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ബ്രാൻഡിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രസന്റേഷൻ AI. ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT ഇന്റഗ്രേഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ പൊളിയാത്ത ChatGPT ഇന്റഗ്രേഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ചെയ്യാത്ത ടെംപ്ലേറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരിക. ഇപ്പോൾ ചില ടെംപ്ലേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പവർ പോയിന്റിലേക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും ടെംപ്ലേറ്റ്സ് ഒക്കെ ബ്രേക്ക് ആയി പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ബ്രേക്ക് ആവില്ല, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമായിരിക്കും. പിന്നെ ബ്രാൻഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ മോഡലിൽ തന്നെയാണ് സാധനം അവൈലബിൾ ആയിട്ട് കിട്ടുക. അതിനും ഫ്രീ ടയർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇമേജ് ജനറേഷനും വീഡിയോ ജനറേഷനും ഉള്ള ടൂൾസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് ഡാലി എന്ന് പറയുന്നത്. ഡാലി എന്ന് പറയുന്നത് ChatGPTന്റെ ഒരു പ്രീമിയം വേർഷനിൽ വരുന്ന ടൂളാണ്. അതിൽ കസ്റ്റമായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൂളാണ്. അത് ഹൈ ക്വാളിറ്റി ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യുക. ഇത് എന്ന് പറയുന്നത് പ്രീമിയം ChatGPTയുടെ പ്രീമിയം വേർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ടൂളാണ്. അതേപോലെ രണ്ടാമത്തെ വരുന്നത് മിഡ്ജേണി ആണ് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇമേജ് ജനറേഷനിൽ ഒരു ലോകത്ത് മൊത്തമായിട്ടൊന്ന് അറിയപ്പെടുന്ന ഒരു ടൂളായിട്ട് വന്ന സാധനമാണ് മിഡ്ജേണി. ഇത് ഫസ്റ്റ് ഡിസ്കോഡിലൊക്കെ വന്നിട്ടാണ് മിഡ്ജേണിന്റെ സ്റ്റാർട്ടിങ്ങിനെ തുടങ്ങുന്നത്. ഇതൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈലിലാണ് ഇതിൽ ഇമേജ് ജനറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രാൻഡ് ഫോക്കസ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് വരുന്നത്. സ്റ്റൈലൈസ്ഡ് ഇമേജ്, എസ്തെറ്റിക് ഇമേജ്, പിന്നെ കമ്മ്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമേജ്, അങ്ങനത്തെയൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനും ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല, പെയ്ഡ് മോഡൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ക്യാൻവയുടെ മാജിക് AI എന്ന് പറയുന്ന, പിന്നെ ഇത് ക്യാൻവയുടെ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ടൂളാണ്. അത് സോഷ്യൽ മീഡിയ അതേപോലെ ഗ്രാഫിക്സ് ഡിസൈൻ അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ഫ്രീ ടയറിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ AI SEOക്ക് വേണ്ടി ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സഫർ SEO എന്ന് പറയുന്നത്. അത് റിയൽ ടൈം കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ആണ് ചെയ്യുക. അതായത് ഇപ്പോൾ ഏതാണ് റെലവെന്റ് ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ SEO ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് കണ്ടന്റ് സ്കോറിംഗ് ഉണ്ട്, കീവേഡ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, SERP അനലൈസിസ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ പെയ്ഡ് ടൂളാണ്.
ഇതിന്റെ ബ്ലോഗ് ഒപ്റ്റിമൈസേഷനും കണ്ടന്റ് സ്ട്രാറ്റജി SEO പ്ലാനിങ്ങിനും ഒക്കെയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാർക്കറ്റ് ന്യൂസ് ആണ്. അത് ഈ കണ്ടന്റ് ഗ്യാപ്പ് അനാലിസിസിന് വേണ്ടിയിട്ടും ടോപ്പിക് മോഡലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പ്രൈസിംഗ് അല്ല. ഒരു കമ്പനിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടില്ല ഇതിട്ടിട്ട് പ്ലാൻ ചെയ്തിട്ട് കസ്റ്റമായിട്ടാണ് എന്റർപ്രൈസ് ഗ്രേഡിൽ പ്രൈസിംഗ് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് AI വീഡിയോ ജനറേഷൻ ടൂൾസ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് തന്നെയാണ് ഇൻവിഡിയോ AI എന്ന് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക് വീഡിയോ ജനറേഷൻ ആയിട്ടുള്ള സാധനമാണ് ഫ്രം ടെക്സ്റ്റ് പ്രോംപ്റ്റ്. ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ജനറേഷൻ ഉണ്ട്, AI വോയിസ് ഓവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഫുട്ടേജ് ഇന്റഗ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസിംഗ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വേണമെങ്കിൽ പെയ്ഡ് ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഹെയ്ജൻ. അതും AI അവതാർ വീഡിയോ ജനറേഷന് വേണ്ടിയിട്ടും പ്രസന്റേഷൻസ് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള AI അവതാർസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് ഫ്രീ ടിയറും സബ്സ്ക്രിപ്ഷൻ ടിയറും ആയിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്.